ടിൻറ്റിനും തന്റെ പിതാവിന്റെ ഒപ്പം കാടുപേക്ഷിച്ച് യാത്രയായി. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും ഇത് നോക്കി നിന്നു. കുറച്ചു സമയത്തിന് ശേഷം ടിൻറ്റിൻ തന്റെ അച്ഛനോടൊപ്പം ഒരു വീട്ടിലെത്തി. അവിടെ മുഴുവൻ ഒഴിഞ്ഞ കൂടുകളായിരുന്നു. അച്ഛാ, ഇത്രയും അധികം കൂടുകൾ എന്തിനാ നമ്മുടെ വീട്ടിൽ? കാരണം ഇതാണ് എന്റെ ജോലി. ഞാനൊരു വേട്ടക്കാരനാ. നിങ്ങളൊരു വേട്ടക്കാരനാണോ? അപ്പോൾ അതുകൊണ്ടായിരിക്കും കാട്ടിലെ മൃഗങ്ങൾ ഞാനും ഒരു വേട്ടക്കാരനാണെന്ന് കരുതിയത്. പക്ഷേ അവരൊരിക്കലും എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. മണ്ടത്തരം പറയാതെ ടിൻറ്റിൻ. ഞാൻ കാട്ടിൽ എങ്ങനെ അകപ്പെട്ടതെന്ന് പറഞ്ഞു തരുമോ അച്ഛാ? എനിക്കൊരു വലിയ ഓർഡർ ലഭിച്ചിരുന്നു. 50 തരത്തിലുള്ള പക്ഷിമൃഗാദികളെ പിടിച്ച് ഒരു മൃഗശാലയിലേക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ഓർഡർ പൂർത്തിയാക്കുവാൻ എനിക്ക് നിറയെ സമയം വേണ്ടി വന്നു. എല്ലാ മൃഗങ്ങളെയും ജീവനോടെ പിടികൂടണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നെ ബോധരഹിതനാക്കി പുഴയിലൂടെ കാട്ടിലേക്ക് ഒഴുക്കിവിട്ടത്. അങ്ങനെ നീ കാട്ടിലെ മൃഗങ്ങളുമായി നന്നായി ഇടപഴകി ജീവിക്കും, അവരുടെ വിശ്വാസവും നേടും. പിന്നെ ഞാൻ നിന്നെ കൂട്ടാൻ വരുന്ന ദിവസം മുതൽ എല്ലാ ആഴ്ചയിലും നീ കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോ